ഇതുവരെ നമ്മൾ കേൾക്കാത്ത തന്നെ DNFT പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഒരു സിനിമയുടെ ബിസിനസ് ചെയ്യുക. നമ്മൾ ആദ്യം കേട്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്, പിന്നെ അതേപോലെ തന്നെ മ്യൂസിക്, ഇങ്ങനത്തെ ഒരു 3 റൈറ്റ്സാണ് നമ്മൾ ഇതുവരെ കേട്ടാക്കുന്നത്. അപ്പോൾ ഒരു പുതിയതായിട്ട് വന്നാക്കണേണ്, അതായത് നമ്മുടെ നാട്ടിലോട്ട് ഇതുവരെ അധികം കേൾക്കാത്ത ഒരു ബിസിനസ്സാണ് ഈ DNFT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതും ഒരു സിനിമയുടെ തിയേറ്ററിൽ നിന്നല്ലാതെ ഒരു വരുമാനം പ്രൊഡ്യൂസറിനെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് ഇനി ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യതകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഈ 2018 പോലത്തെ ഒരു സിനിമ തിരഞ്ഞെടുത്തതിൽ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും കുറച്ച് പേരുണ്ട്, എല്ലാവരോടും എൻ്റെ നന്ദി പറയുന്നു. പിന്നെ അതിൻ്റെ ഭാരവാഹികളതിനെ പറ്റി എന്താണ് ബിസിനസ് എന്നും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഈ സിനിമ ഫീൽഡിലുള്ള ആൾക്കാർക്ക് എന്താണ് ഇതിൻ്റെ DNFT എന്താണെന്നും എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നതെന്നൊക്കെ മനസ്സിലാവും. എനിക്കിപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള അറിവ് എനിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ ഈ സ്ക്രീനിൽ മെൻഷൻ ചെയ്താക്കണമല്ല ഓസ്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരു വർഷത്തിൽ ഒരു 1000-1500 സിനിമകളാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ ബഡ്ജറ്റ് സിനിമകളുണ്ട്, ഏകദേശം 200-300 കോടിയുള്ള സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇത്രയധികം സിനിമകളിൽ നിന്ന് നമ്മളെ പോലത്തെ ഒരു ചെറിയ ഒരു സ്റ്റേറ്റിലെ ഒരു സിനിമനെ ഓസ്കാറിലോട്ട് നോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ജൂഡ് അല്ലെങ്കിൽ ഈ സിനിമയിൽ വർക്ക് ചെയ്താക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓസ്കാർ കിട്ടിയ പോലെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം സിനിമകളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണത്, അത് പ്രത്യേകിച്ച് നമ്മളെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റെക്കമെൻഡേഷനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും PR വർക്ക്സോ ഒന്നുമില്ലാതെ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു, നമ്മുടെ സിനിമ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ആ സിനിമയുടെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഇത്രയധികം ഹിന്ദി, തെലുങ്ക്, തമിഴിലൊക്കെ വലിയ ബഡ്ജറ്റുകൾ സിനിമകൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ സിനിമ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ജൂഡിന് അവകാശപ്പെട്ടതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു വിഷൻ അതനുസരിച്ചിട്ടാണ് ഈ സിനിമ ഇത്രയധികം വന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ ഈ ഓസ്കാറിലോട്ടൊക്കെ പോകുന്ന സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമേഴ്ഷ്യലി അത്ര ഭയങ്കര സക്സസ് ആവാറില്ല. പക്ഷേ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാമല്ലോ, മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബിസിനസ് പരമായിട്ടും അല്ലെങ്കിൽ കണ്ടാക്കുന്ന ഓഡിയൻസിൻ്റെ എണ്ണങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓവർസീസിലെ ബിസിനസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏറ്റവും മേലെ നമ്പർ 1 എന്നൊന്നും ഞാൻ പറയണില്ല, എന്നാൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത് ഞാനും ജൂഡും കൂടി ഏകദേശം ഒരു 3 ആഴ്ച ഉണ്ടായിരുന്നു. ജൂഡ് ഒരു 45 ദിവസം ഉണ്ടായിരുന്നു ലോസ് ഏഞ്ചൽസിൽ. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു മലയാള സിനിമ എൻ്റെ അറിവിൽ അതിൻ്റെ ഒരു പ്രൊഡ്യൂസറും അതേപോലെ തന്നെ ഡയറക്ടറും കൂടി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഓസ്കാർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ, അതായത് ഓസ്കാർ മെമ്പേഴ്സിനെ ഈ സിനിമ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കി ഇത്രയും ദിവസം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സിനിമ ഒരു ലോകവേദിയിൽ ഓൾറെഡി എത്തി, എന്നാലും ആ ഓസ്കാർ എന്ന് പറഞ്ഞ സ്വപ്നം കുറച്ചെങ്കിലും എന്താണ് പറയുന്നത്, അത് ഒരു പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിനിമ എടുത്താൽ മാത്രം പോരാ, നമ്മളത് ഏകദേശം ആയിരക്കണക്കിന് മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ മുന്നിലോട്ട് നമ്മൾ ഈ സിനിമനെ അവതരിപ്പിക്കാമെന്നുണ്ട്, നമ്മളുടെ ഒരു മലയാളം പോലത്തെ ഒരു ലാംഗ്വേജിലെ ഒരു സിനിമ. അപ്പോൾ അത് ഞാനവിടെ പോയെന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓസ്കാറിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് ജൂഡ് തന്നെ ആയിരുന്നു. ജൂഡ് 100% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡിക്കേറ്റ് ആയിട്ട് 45 ദിവസം ഞങ്ങളൊരു വീടെടുത്ത് അവിടെ താമസിച്ച് എത്രയോ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് കുറേ അധികം മെമ്പേഴ്സിനെ നമ്മൾ ഈ സിനിമ കാണിച്ചു കൊടുത്ത് സിനിമയുടെ പ്രത്യേകതകൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇഷ്ടംപോലെ മാഗസിനുകളിലൊക്കെ നമ്മൾ പരസ്യം ചെയ്ത്, അങ്ങനെ മലയാളത്തിൽ ഇതുവരെ എൻ്റെ അറിവിൽ, ഞങ്ങളുടെ അറിവിൽ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു വർക്കെല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നാക്കണത്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോട്ടിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓസ്കാർ വേദിയിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ ഒരു ഇതിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത്. അപ്പോൾ അത് ജൂഡ് അങ്ങനത്തെ ജൂഡിൻ്റെ ഒരു കഠിനാധ്വാനത്തിൻ്റെ, ജൂഡിൻ്റെ ഒരു ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഓസ്കാറിലോട്ട് നമ്മൾ എത്തിപ്പെടുമെന്നാണ്. എന്തായാലും സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ വന്ന ഓരോരുത്തരോടും 2018-ൻ്റെയും DNFT-യുടെ പേരിൽ എൻ്റെ സന്തോഷവും അഭിനന്ദനവും അറിയിക്കുന്നു. താങ്ക് യു.